നമസ്കാരം. ഹായ്. ഇത് ഏത് മോഡലാണ് ഈ വണ്ടി? ഇത് BMW-യുടെ 3 സീരീസ് ആണ്. 3 സീരീസ് GT പെട്രോൾ വേരിയന്റ് ആണ്. ഇത് എത്ര നാളായി എടുത്തിട്ട്? ഇത് 2020 മോഡലാണ്. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് ഒക്കെ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 12 ഒക്കെ കിട്ടും ലോങ്ങിന്. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ ഡ്രൈവ്. ഇതിൽ പിന്നെ എക്കോ മോഡ് ഉണ്ട്, സ്പോർട്സ് മോഡ് ഉണ്ട്. സോ സ്പോർട്സ് മോഡൊക്കെ ഇടുമ്പോൾ മൈലേജ് കുറച്ച് കുറയും. ഈക്കോ മോഡ് ഉപയോഗിക്കുമ്പോൾ മൈലേജ് കുറച്ച് അത്യാവശ്യം കൂടും. എന്നാലും 12 ഒക്കെയാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടണത്. ലോങ് ഡ്രൈവിനൊക്കെ 12 കിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടാറില്ല. 12 to 13 മാക്സിമം. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് മെയിൻ്റെനൻസ് ലൈക്ക് എവറി 10,000 ഒരു സർവീസ്. സാധാരണ ഒരു സർവീസിൽ ഒരു 25,000 to 30,000 വരും, നോർമൽ സർവീസിങ് മാത്രമാണെങ്കിൽ. അത് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് എറണാകുളത്തൊക്കെ? BMW-യുടെ എല്ലാ ഓതറൈസ് സർവീസ് സെന്റേഴ്സിലും. ഇത് ഡീസൽ അല്ലെങ്കിൽ പെട്രോളാ? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. GT അല്ലേ? യെസ്, GT വേരിയന്റ് ആണ്. ഇത് 248 bhp പവറുള്ള വണ്ടിയാണ്. ഇത് 4 സിലിണ്ടർ. ലോങ് റൈഡ് ഒക്കെ പോകാറുണ്ട് ഇത്? ഇത് അത്യാവശ്യം നല്ല സ്പോർട്ടിയാണ്, നല്ല പവർഫുൾ ആണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ മീറ്റർ കൺസോളില് ഡിജിറ്റലാണ് വന്നത്. പിന്നെ ഫ്രെയിംലെസ് ഡോർസ് ആണ്. പിന്നെ ഒരു M സ്പോർട്ടിന്റെ കോൺഫിഗറേഷനിലുള്ള എല്ലാം നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കും. ഈ വണ്ടിയുടെ മറ്റൊരു ഫീച്ചറാണ്, ഈ വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റ് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പവർ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഡൗൺ ഒക്കെ ഈ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് പ്ലസ് മൈനസ് ഓപ്ഷൻ ഇട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പാനറോമിക് സൺറൂഫ് ഉണ്ട് മേളിൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പാനറോമിക് സൺറൂഫാണ് ഇതിൽ വന്നേക്കുന്നത്. താങ്ക് യു.